ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 സവാള നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും, പിന്നെ കളറിനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും, ജസ്റ്റ് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാരയും, 1/2 കപ്പ് വീതം അരിപ്പൊടിയും കടലപ്പൊടിയും, പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് ആദ്യം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു 3/4 കപ്പിന് മുകളിലായിട്ടാണ് കേട്ടോ എനിക്കിപ്പോൾ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ലൂസ് ആവുന്ന രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ മാവ് ഇവിടെ കിട്ടേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ഇതവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡും ഇതുപോലെ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും ഇതുപോലെ നമ്മുടെ മാവിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡിലും നല്ല രീതിയിൽ മസാല ആവുന്ന പോലെ വേണം കേട്ടോ നമ്മൾ മാവിൽ മുക്കിയെടുക്കാനായിട്ട്. ഇനി 2 സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഗോൾഡൻ കളർ ആയി വരുന്നത് വരെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത്യാവശ്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത രീതിയിലാണ് നമുക്കിതിനെ കിട്ടുക. അപ്പോൾ ബാക്കി എല്ലാതും ഞാൻ സെയിം രീതിയിൽ തന്നെ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്കും ഒക്കെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. വീട്ടിലുള്ള ചേരുവകൾ മാത്രം തന്നെ മതി കേട്ടോ അത് റെഡിയാക്കി എടുക്കാനായിട്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ നമുക്കിതിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ബ്രെഡ് പക്കോട ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നല്ല ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സംഭവം ഈസി അല്ലേ?